സോൾട്ടഡ് ഫുഡ് ഉണ്ട്. അതായത് ബേക്കൺ, ഇങ്ങനെയൊക്കെയുള്ള സോൾട്ട്, മീറ്റ് പ്രോഡക്ട്സ് സോൾട്ട് ചെയ്ത് വെച്ചിരിക്കും, അല്ലെങ്കിൽ ഉപ്പിലിട്ട് വെച്ചിരിക്കും. അങ്ങനെ ക്രമാതീതമായിട്ടുള്ള ഉപ്പ് ചെന്ന് കഴിഞ്ഞാൽ ക്യാൻസർ ഉണ്ടാക്കുന്നുള്ള അന്താരാഷ്ട്ര പഠനങ്ങൾ കാണിച്ചിട്ടുള്ള സംഗതിയാ. മൂന്നാം ലോകങ്ങൾക്ക് ഇന്ന് ലോകത്തിൽ 2 കാര്യങ്ങളെ സാധ്യമാവുള്ളൂ ക്യാൻസറിന് വേണ്ടി. ഈ 2 അല്ലാതെ ഒന്നുമില്ല. ഒന്നാമത് പൈസ ഇല്ല. പൈസ ഇല്ലെങ്കിൽ ക്യാൻസറിനെ പ്രിവെന്റ് ചെയ്യണം. പൈസ ഇല്ലെങ്കിൽ ക്യാൻസറിനെ നേരത്തെ കണ്ടുപിടിക്കണം. നേരത്തെ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ഏറ്റവും കുറഞ്ഞ ചെലവിൽ ട്രീറ്റ് ചെയ്യാം. ക്യാൻസറിനെ പ്രിവെന്റ് ചെയ്യാൻ സാധിക്കുമെങ്കിൽ ക്യാൻസർ ചികിത്സയ്ക്ക് വേണ്ടി പണം മുടക്കണ്ട, നല്ല ക്വാളിറ്റി ഓഫ് ലൈഫ് കിട്ടും. അതാണ് ഈ സോൾട്ട് ചെയ്യുന്നത്. 3 നമ്മൾ പറഞ്ഞത് മൈദ. മൈദക്കകത്ത് എന്താ ഉള്ളത്? ഓൺലി സ്റ്റാർച്ച്. ഫൈബറുകളില്ലാത്ത ഭക്ഷണം. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ പോയി കഴിഞ്ഞാൽ മലയാളി ഇന്ന് കഴിക്കുന്ന സ്റ്റേപ്പിൾ ഫുഡ് കപ്പ, മീൻകറി അല്ല, പൊറോട്ടയാണ്. ഇത് മലയാളിയുടെ കൾച്ചറായി മാറിക്കഴിഞ്ഞു. ഇതുമൂലം ഉണ്ടാകുന്ന കുടലിലെ രോഗങ്ങളും ക്യാൻസറുകളും ബാക്കിയുള്ള കാര്യങ്ങളെ പറ്റി ഒരു പഠനങ്ങൾ ആൾക്കാർ നടത്തുവാണെങ്കിൽ അമ്പരിപ്പിക്കുന്ന ഇൻഫർമേഷനാണ് കിട്ടുന്നത്. അതിൽ ഉപയോഗിക്കുന്ന ഓയിൽ സഹിതം. 4ാമത്തെ കാര്യം പാല്. പാലിനെ പറ്റി പറയുമ്പോൾ ആൾക്കാർക്ക് എപ്പോഴും വിഷമമാണ്. എങ്ങനെയാണ് ഈ പാല് ക്യാൻസർ ഉണ്ടാക്കുന്നത്? അത് അറിഞ്ഞിരിക്കണം. പാലിനകത്ത് പ്രോട്ടീന്, ഷുഗർ, ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ അല്ലാതെ ഒരു കുഞ്ഞ് വലുതാകണം, പ്രായമാവണമെങ്കിൽ അത് ഭക്ഷണം കഴിക്കാൻ തുടങ്ങുന്നത് 3 മാസം 4 മാസം ആയിരിക്കും നമ്മൾ ഭക്ഷണം കൊടുക്കാൻ തുടങ്ങുന്നത്. ഇതുവരെ എങ്ങനെയാണ് കുഞ്ഞ് വലുതാവുന്നത്? കുഞ്ഞ് വലുതാവണമെങ്കിൽ അമ്മയിൽ നിന്ന് കുഞ്ഞിലേക്ക് പാസ് ചെയ്ത് കൊടുക്കുന്ന ഗ്രോത്ത് ഹോർമോൺസ് പാലിലുണ്ട്. അങ്ങനെയാണ് കുഞ്ഞ് വലുതാവുന്നത്. കുഞ്ഞിന്റെ പല ഹോർമോണിനെ ഉദ്ദീപിപ്പിക്കാൻ കഴിവുള്ള ഹോർമോൺ അമ്മയിൽ നിന്ന് പുറത്തേക്ക് വരും. പശുവിന്റെ പാല് കുടിക്കുമ്പോൾ പശുക്കുട്ടിക്ക് ഉദ്ദീപിപ്പിക്കാനുള്ള സാധനമാണ് നമ്മൾ കുടിക്കുന്നത്. ഇതാണ് സത്യം. ഇത് മനസ്സിലാക്കണം. അടുത്തത്, പാലിനകത്ത് ഗാലക്ടോസ് എന്ന സാധനമുണ്ട്. ഗാലക്ടോസ് എന്ന് പറയുന്നത് സ്പ്ലിറ്റ് ചെയ്ത ഒരു പ്രോഡക്റ്റ് ആണ്. ഈ ഗാലക്ടോസ് ബ്രസ്റ്റ് ക്യാൻസർ, യൂട്രസ് ക്യാൻസർ, ഓവറി ക്യാൻസർ ഒക്കെ ഉണ്ടാക്കുമെന്ന് ഞാൻ നടത്തിയ പഠനമല്ലാതെ ഇത് ഹാർവാർഡ് മെഡിക്കൽ യൂണിവേഴ്സിറ്റി 1988 പബ്ലിഷ് ചെയ്ത ഡേറ്റ ആണ് ഞാൻ പറയുന്നത്. അടുത്തത്, പാലിനകത്തുള്ള ഏറ്റവും അപകടകാരിയായ സാധനമാണ് ഇൻസുലിൻ ലൈക്ക് ഗ്രോത്ത് ഫാക്ടർ. ഈ ഇൻസുലിൻ ലൈക്ക് ഗ്രോത്ത് ഫാക്ടർ എന്ന് പറഞ്ഞാൽ ബ്രസ്റ്റ് ക്യാൻസറിനെ ഏറ്റവും കൂടുതൽ പ്രകോപിപ്പിക്കുന്ന അല്ലെങ്കിൽ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന കാര്യമാണ്. പശുക്കുട്ടിക്ക് 8ാം മാസം ആകുമ്പോൾ തള്ള പാല് കൊടുക്കാൻ സമ്മതിക്കത്തില്ല, പശു തൊഴിച്ചുകളെ. എന്നാൽ 80 വയസ്സുള്ള വല്യമ്മ വരെ ഈ പാല് കുടിച്ചുകൊണ്ടിരിക്കും. അതിന്റെ സെൻസ് ഇല്ല, അർത്ഥമില്ല. അപ്പൊ പാല് കുടിച്ചു കഴിഞ്ഞാൽ അലർജിയുള്ള എത്രയോ കുഞ്ഞുങ്ങളുണ്ട്, അവരാരും ജീവിച്ചിരിക്കുന്നില്ല. ഏറ്റവും ബലമുള്ള ആനിമൽ ആന എത്ര ലിറ്റർ പാല് കുടിക്കുന്നു? ഏറ്റവും നല്ല റേസിന് പോകുന്ന ഹോഴ്സ് എത്ര ലിറ്റർ പാല് കുടിക്കുന്ന ഒരു ദിവസം? അപ്പൊ ആരോഗ്യത്തിന് പാല് വേണമെന്ന് പറയുന്നത് ഒരു മൗഢ്യമായ കാര്യമാണ്. പ്രത്യേകിച്ച് ഇത്ര അഡൾട്ടറേറ്റഡ് മിൽക്ക് വരുമ്പോൾ അത് നമുക്ക് കരണീയമല്ല. ഏറ്റവും പ്രധാനമാണ് വൈറ്റ് റൈസ്. എന്താണ് ഈ വൈറ്റ് റൈസിന്റെ പ്രത്യേകത? നോർത്ത് ഇന്ത്യൻ ലോബി, മുമ്പേ പറഞ്ഞ അന്താരാഷ്ട്ര കാര്യത്തെക്കാൾ ഞാൻ പറയുന്ന നോർത്ത് ഇന്ത്യൻ ലോബി മലയാളിയുടെ തനതായിട്ടുള്ള ഭക്ഷണ പ്രക്രിയയെ മാറ്റിമറിച്ച ഈ പ്രധാന സംഭവമാണ് വൈറ്റ് റൈസ്. മലയാളി കൃഷി ചെയ്യാൻ താല്പര്യമില്ല എന്ന് അറിഞ്ഞപ്പോൾ അവൻ ഇങ്ങോട്ട് പമ്പ് ചെയ്ത് കൊടുത്തു വൈറ്റ് റൈസ്. ഈ വൈറ്റ് റൈസിൽ എന്തോ ഉണ്ട്? ആകെയുള്ളത് സ്റ്റാർച്ച് മാത്രം. തവിടിൽ എന്തോ എന്നുള്ള കാര്യം മലയാളിക്ക് അറിയില്ല. തവിടിനകത്ത് ബ്രാൻ ഓയിലുണ്ട്. എത്ര പേർക്കറിയാം? ലോകത്തിലെ ഏറ്റവും മികച്ച ഓയിൽ ഏതാന്ന് ചോദിച്ചാൽ ബ്രാൻ ഓയിലാണ്, തവിടിലെ എണ്ണയാണ്. അതിനകത്ത് വെജിറ്റേറിയൻ ആൾക്കാർ കഴിക്കാൻ പറ്റുന്ന omega-3 ഫാറ്റി ആസിഡുള്ള ലോകത്തിലെ ഒരേ ഒരു ഓയിലാണ് ബ്രാൻ ഓയിൽ. ഈ ബ്രാൻ ഓയിലിനകത്തുള്ള omega-3 ഫാറ്റി ആസിഡ് എല്ലായ്പ്പോഴും മീനെണ്ണയ്ക്കകത്തേ ഉള്ളൂ omega-3 ഫാറ്റി ആസിഡ്. ഇത് ഹാർട്ട് അറ്റാക്കിനെ പ്രിവെന്റ് ചെയ്യും, ക്യാൻസറിനെ പ്രിവെന്റ് ചെയ്യും. ഇനിയും തവിടിനകത്ത് വേറെ പല സാധനങ്ങളുണ്ട്, ബി കോംപ്ലക്സ് ഉണ്ട്. പക്ഷെ നമ്മൾ ഈ തവിടിന് സ്ഥാനം കൊടുത്തേക്കുന്നത് പശുവിന്റെ തൊഴുത്തിൽ, പശുവിന് തീറ്റയാവും. ഇതിന് മാറ്റം ഉണ്ടായില്ല എങ്കിൽ, ബ്രൗൺ റൈസ് നമ്മുടെ കൾച്ചറായി മാറിയില്ലെങ്കിൽ, ബ്രൗൺ ബ്രെഡ് നമ്മുടെ കൾച്ചറായി മാറിയില്ലെങ്കിൽ, ഗോതമ്പിനകത്തെ തവിട് നമ്മുടെ കൾച്ചറായി മാറിയില്ലെങ്കിൽ, മലയാളിയുടെ സ്റ്റേപ്പിൾ ഫുഡ് റൈസ് ആയ സ്ഥിതിക്ക് നമ്മൾ അപകടത്തിലൂടെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. മലയാളി അറിഞ്ഞിരിക്കേണ്ട വേറൊരു പ്രധാന കാര്യമുണ്ട്. പണ്ടൊക്കെ നമ്മളൊരാളെ ക്യാൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 50-60 വയസ്സിന് മുകളിൽ പ്രായമുള്ള ആളുടെ ചിത്രമാണ് നമ്മുടെ മനസ്സിൽ വരുന്നത്. 22 വയസ്സ് 20 വയസ്സുള്ള ബ്രസ്റ്റ് ക്യാൻസർ സ്ഥാനാർബുദം ഓപ്പറേറ്റ് ചെയ്യുന്ന ഡോക്ടറാണ് ഞാൻ. 22 വയസ്സിൽ ജീവിതം പോലും കണ്ടിട്ടില്ലാത്ത 8 വയസ്സുള്ള പെൺകുട്ടിക്ക് ഞാൻ ബ്രസ്റ്റ് ക്യാൻസർ ഓപ്പറേറ്റ് ചെയ്തു. 8 വയസ്സ് മെൻസ്ട്രുവേഷൻ ആരംഭിച്ചതിന് ഉടനെ തന്നെ. അപ്പം സ്ഥാനാർബുദം, ഒവേറിയൻ ക്യാൻസർ, യൂട്രൈൻ ക്യാൻസർ ഒക്കെ ചെറിയ പ്രായത്തിൽ, യങ്ങർ ദാൻ 20-25 എന്തുകൊണ്ടാണ് വരുന്നത്? പണ്ട് കാലം എന്തുകൊണ്ടില്ലായിരുന്നു? നമ്മൾ ചിന്തിക്കേണ്ട സമയമായിരിക്കും. ഈ ഷോ കാണുന്ന, സാറിന്റെ ഈ ഷോ കാണുന്ന കോടിക്കണക്കിന് ആൾക്കാരുണ്ടാവും. ചിന്തിക്കേണ്ട സമയമായിരിക്കുന്നു. മാറ്റം ഉണ്ടാവണമെങ്കിൽ മനസ്സിന്റെ ഉള്ളിൽ മാറ്റം ഉണ്ടാവും.